പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വന്ദന ഞാൻ അറിയിക്കുന്നു. ദൈവം എത്ര അധികമായി നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ മറന്നാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൽ ഒരു കുറവും വരുന്നില്ല. കഴിഞ്ഞ രാത്രി നമുക്ക് കിടന്നുറങ്ങി, പക്ഷേ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം നൽകിയില്ലേ? ആ ദൈവത്തിൻ്റെ സ്നേഹം ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, കൂരിരുളിൻ്റെ താഴൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുത്തില്ല. കാട്ടിനകത്ത് ഘോര മൃഗങ്ങളുള്ള കാട്ടിലിൻ്റെ അടുത്തേക്ക് ആടുകളെ മേയ്ക്കുവാൻ കൊണ്ടുപോയ സമയത്ത് പോലും ഇത്രയും വലിയ പേടി ദാവീദിനില്ലായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിലേക്ക് താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ പതിയിരുന്ന് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ചില വന്യമൃഗങ്ങളെക്കാൾ അധികമായ മാനുഷിക മൃഗങ്ങളെക്കാൾ അധികമായി കടിച്ചു കീറുന്ന സ്വഭാവമുള്ള ചില വ്യക്തികളെ കാണുവാനായി ദാവീദ് തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ദാവീദിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് താൻ ആശ്രയിക്കാൻ തുടങ്ങി. ആ ദാവീദ് പാടിയ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, കൊടും വനത്തിലൂടെ യാത്ര ചെയ്തതിനേക്കാൾ അധികമായി കൊടും വനത്തിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതികൂലത്തേക്കാൾ അധികമായ പ്രതികൂലമാണ് ഇന്ന് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ എൻ്റെ ലൈറ്റ് കെടുത്തി എന്നെ ഇരുട്ടിൽ തപ്പി നടത്തിച്ച് എന്നെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല എന്ന് ദാവീദ് പറയണമെങ്കിൽ അതിനുള്ള കാരണം എന്തെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കാരണമാണ് 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാണ്. യേശു കർത്താവ് നമ്മുടെ ഇടയനാണോ? ശത്രു എത്ര മതിയുമായ കൂരിരുട്ടിനെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടാലും ആ തകർച്ചയുടെ നടുവിൽ വെളിച്ചമായി വന്ന് സൂര്യകിരണത്തേക്കാൾ അധികമായ ശോഭയുള്ള കിരീടം കൊണ്ട് ഇസ്രായേൽ ജനത്തിന് മുൻപും പിൻപും തൻ്റെ മേഘസ്തംഭത്തെ അയച്ച് ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടെ നടത്തിയവനായ ദൈവം. വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ കൂരിരുണ്ട താഴ്വരകളിൽ ദൈവം പ്രകാശമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ പകൽവേളയിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരുപാട് ഇരുട്ട് കാണും. നിങ്ങൾ പോകുന്ന ഇടം ഇരുട്ട് നിറഞ്ഞ സ്ഥലമായിരിക്കാം. നിങ്ങളൊരു ക്രിസ്തു വിശ്വാസിയാണോ? നിങ്ങൾ ദൈവത്തെ അറിയുന്ന ഒരു ദൈവവേദനാണോ? ഭയപ്പെടേണ്ട. കൂരിരുണ്ട താഴ്വരയിലും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ചില വിഷയങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് തകർന്നു പോയിരിക്കുക. ലൈറ്റ് പോയ, ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ട ഒരു വീടിൻ്റെ അനുഭവം പോലെയാ. ഇരുട്ടിലാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. ഏത് മുറിയിലേക്ക് കയറിയാലും ഇരുട്ട് മാത്രമാണ്. വെളിച്ചമില്ലാത്ത ചില സാഹചര്യങ്ങൾ. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, എത്രയൊക്കെ ഉപവസിച്ചിട്ടും, എത്രയൊക്കെ ആരാധിച്ചിട്ടും ഇരുട്ട് മാറുന്നില്ലയോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ നിങ്ങളുടെ ഇടയനാണെന്ന് ഉത്തമബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇരുട്ടിൻ്റെ മറവിൽ, അർത്ഥാൽ പത്രോസ് കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടിൻ്റെ അറയിൽ മുട്ടുമടക്കി ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ താൻ കണ്ണു തുറന്ന് കാണുന്നത് വെളിച്ചവും വിടുതലുമാണ് കണ്ടതെങ്കിൽ, ഈ പകൽക്കാലം ഞാനൊരു ദൂത് നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ്. നിങ്ങൾ എൻ്റെ ഈ വചനം കേട്ടുകൊണ്ട്, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരുട്ടിലാണെങ്കിൽ, ഇരുട്ടിൻ്റെ അനുഭവത്തിലാണെങ്കിൽ, രോഗത്തിൻ്റെ അനുഭവത്തിലാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചില അസമാധാനത്തിലാണെങ്കിൽ, ചില വിഷയങ്ങളാൽ നിങ്ങൾ ഭാരപ്പെട്ട് ഇരുട്ടിനകത്താണ് നിങ്ങൾക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാൻ കഴിയാതെ വേദനയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇരുട്ടിനെ മാറ്റി ദൈവം നിങ്ങളുടെ കാര്യത്തെ പിടിച്ച് നിങ്ങളെ മുൻപോട്ട് നയിക്കാൻ പോകുക. നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റാൻ പോകുക. നിങ്ങളുടെ വേദനകളെ മാറ്റാൻ പോകുക. നിങ്ങളുടെ പരിശോധനകളെ മാറ്റാൻ പോകുക. പിശാച് കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളും, ഇരുട്ടിന്റെ മാരക ശക്തികളെ എൻ്റെ കർത്താവ് നീക്കാൻ പോകുക.
ഇന്ന് പകൽക്കാലം ഇരുട്ടിന്റെ ശക്തിയെ തകർത്ത് കളഞ്ഞ വെളിച്ചത്തിന്റെ ആത്മാവിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ഒരു പുതിയ ശക്തിയും പുതിയ കൃപയും നൽകുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, കൂരിരുളിന്റെ താടിൽ കൂടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് കൈമാറാൻ പറയുന്ന ദൂത്, നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. നിങ്ങൾ എത്ര നിരാശയിലാണോ, എത്ര ഇരുട്ടിന്റെ ഉള്ളറയിലാണോ, നിങ്ങളെ ചിലരൊക്കെ കൊണ്ടുവന്ന് ജയിലിനകത്തിട്ട്, അല്ലെങ്കിൽ ജയിൽ പോലെയുള്ള ചില മുറിക്കകത്തിട്ട്, നിങ്ങളുടെ കൈകാലുകളെ അവരുടെ വാക്കുകൊണ്ട് ബന്ധിച്ചിട്ട് ഇതിനകത്ത് കിടന്ന് നീ ചത്തോളാൻ പറഞ്ഞ ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ നിന്നും ദൈവം നിന്റെ നിലവിളി കേട്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. പത്രോസേ, നീ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടവനല്ല. പൗലോസേ, നീ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടവനല്ല. എൻ്റെ ദൈവത്തിന് വേണ്ടി അനേകയിടങ്ങളിൽ നിൽക്കേണ്ടവരാ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരി, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ കുഞ്ഞെ, നീ ജയിലിൽ കിടക്കേണ്ടവനല്ല. നീ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിക്കേണ്ടവനല്ല. നീ ലോകത്തിന്റെ മ്ലേച്ഛതയിൽ നടക്കേണ്ടവനല്ല. നീ ദൈവത്തെ മറന്ന് ജീവിക്കേണ്ടവനല്ല. നീ ധൂർത്തപുത്രനായി പന്നിയുടെ വാളവരെ തിന്നുവാൻ ആഗ്രഹിച്ച് നടക്കേണ്ടവനല്ല. നിന്നെ മടക്കിക്കൊണ്ട് വന്ന് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് നല്ല ശുഭ്രവസ്ത്രം ധരിപ്പിച്ച എൻ്റെ ദൈവത്തോട് ചേർത്തിരുത്തി ഭക്ഷണം കഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മടങ്ങിവാ, യേശുവിന്റെ നാമത്തിൽ നീ മടങ്ങിവാ. നിന്റെ പാപവഴികളെ വിട്ട്, നിന്റെ നിരാശകളെ വിട്ട്, നിന്റെ അവിശ്വാസത്തെ വിട്ട് ഈ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം ആലോചന നൽകുന്നു. ആകയാൽ ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മടങ്ങി വരിക. ഇരുട്ട് നിങ്ങൾ മാറാൻ പോകുകയാ, വെളിച്ചം ദൈവം നൽകാൻ പോകുകയാ, ദൈവം നിങ്ങളെ നടത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം യാത്ര ചെയ്യുക. ഇരുട്ട് മാറും, ദൈവം നടത്തും. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ എന്നെ വിളിച്ച് നിങ്ങൾ അറിയിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി. ദൈവ ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.